പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജാമ്പലരാണ്. നല്ലൊരു സത്യനന്ദിക്കാട് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ നല്ലൊരു ഗ്രാമം, വയനാടൻ ഗ്രാമങ്ങളുടെ ആ ഒരു വിസ്മയ കാഴ്ചകൾ. ഇത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ടൗണിൽ നിന്നും വളരെ അടുത്തുള്ളൊരു വീടാണ്. ഒരു 16 സെൻറ്റും വീടും കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയിൽ, മീനങ്ങാടി ടൗണിൽ നിന്ന് പോകുന്ന വഴി നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്ത് നമ്മൾ വാഹനം നിർത്തി ആ ഒരു കാഴ്ചകളൊക്കെ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ്. അപ്പം അതിമനോഹരമായ കാഴ്ചകളാണ്. വയലിൻ്റെ, ഇപ്പം നമ്മൾ ഏകദേശം വയലിൽ നെൽകൃഷിയൊക്കെ തുടങ്ങി ഞാറൊക്കെ വളർന്നു വരുന്ന ആ സമയത്തുള്ള കാഴ്ചകൾ, നല്ല മരങ്ങളുടെ നല്ല വർണ്ണ പൂക്കളൊക്കെ ഉള്ള ആ ഒരു വർണ്ണ വിസ്മയം, അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ഗ്രാമീണ ഭംഗി, ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുള്ള നല്ല കാഴ്ചകൾ. ആ ഒരു കാഴ്ച നമ്മൾ ക്യാമറയിൽ ചെറുങ്ങനെ ഒപ്പിയെടുത്ത്, നമ്മൾ കണ്ടില്ലേ വയലിൻ്റെയൊക്കെ നല്ല നല്ല പച്ച പരവതാനി എന്നൊക്കെ പറയുന്ന പോലെ ആ ചെറിയ കാട്ടുപൂവിന് പോലുള്ള ആ ഒരു ഭംഗി, നല്ല സൂപ്പർ ഒരു ആംബിയൻസ് ആട്ടോ. അപ്പോൾ നല്ലൊരു സിനിമ ലൊക്കേഷനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു ലൊക്കേഷൻ തന്നെ. നമ്മൾ ആ റൂട്ടിലെത്തി കുറച്ച് ദൂരം, അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഏകദേശം അവിടേക്ക് ഈ ടാർ റോഡ് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് റോഡ് കയറാനുണ്ട് കുറച്ച് ദൂരം. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് റോഡിലേക്ക് നമ്മൾ തിരിയാണ്. ഇതാ അങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഈ കോൺക്രീറ്റ് റോഡിലും കൂടെ കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ്. അവിടെയും നല്ല വയലിൻ്റെ കാഴ്ചകൾ പ്രകൃതി ഓരോ കാഴ്ചകളും മത്സരിപ്പിച്ച് നമ്മുടെ മനസ്സിനും കണ്ണിനും നല്ലൊരു വിരുന്ന് തന്നെ, പ്രകൃതിയുടെ വിരുന്നാണ് ഇതൊക്കെ. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല രീതിയിലുള്ള കാഴ്ചകളാണ്. വയലിൻ്റെ ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താനായി. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, ദൂരത്തോളം നല്ല ആ പച്ചപ്പിൻ്റെ കാഴ്ചകളും കുന്നും മലകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല സൂപ്പർ ആംബിയൻസ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വീടെത്താനായി. ആ പച്ചപ്പ് ഒന്നും കൂടെ ഒപ്പിയെടുക്കുകയാണ് ക്യാമറയിൽ. നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണാൻ ഭയങ്കര വൈബാണ്, സൂപ്പർ കാഴ്ചകളാണ്. അപ്പോൾ ഈ വയനാടൻ ഗ്രാമങ്ങളിൽ ഒരു വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്ലിയർ ലാൻഡാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തെത്തി നമ്മൾ ആ വീടിൻ്റെ ടേണിങ്, ചെറിയൊരു കൊച്ചു വളവ്, അപ്പോൾ നല്ലൊരു മരത്തിൻ്റെ ചില്ലകളും മാവിൻ്റെ ചില്ലകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്താ വേലിയൊക്കെ നല്ല വെട്ടി ഒതുക്കി, നല്ല ബയോ വേലി എന്നൊക്കെ പറയുന്ന പോലെ നല്ല ചെമ്പരത്തി വേലിയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ 16 സെൻറ്റും വീടും. അപ്പം മുന്നിൽ തന്നെ വീട് നല്ല ഭംഗിയിൽ, ഒരു കൊച്ചു വീടാണ്. നല്ലൊരു ഹോം സ്റ്റേ ആംബിയൻസിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും ധാരാളം ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ആ ഒരു പരിസരം. നല്ലൊരു ആംബിയൻസ്, സുഖമായിട്ട് വാഹനങ്ങളൊക്കെ വീട് മുറ്റത്ത് വരെ എത്തും. വെള്ളത്തിന് വീടിൻ്റെ മുറ്റത്തിന് നല്ല വലിയൊരു കിണറുണ്ട്. കറണ്ട്, എല്ലാ സൗകര്യങ്ങളും, വഴി, വെള്ളം, കറണ്ട് സൗകര്യങ്ങളൊക്കെ, പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഓക്കെ. ഓരോ പൂക്കൾക്കും ഓരോ ഭംഗിയിലാണ്. നല്ല കൊച്ചു കൊച്ചു പൂക്കൾ വരെ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ, ഒരു സ്പെഷ്യൽ ഭംഗി അവിടെ തോന്നുക. അപ്പം ആ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് നമുക്ക് ആ 16 സെൻറ്റ് വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ നേരിട്ട് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലം 16 സെൻറ്റിൻ്റെ ബാക്കി സ്ഥലം വീടിൻ്റെ പുറകിലേക്കാണ് സ്ഥലം കിടക്കുന്നത്. സാധാരണ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും, പ്ലാവ്, മാവ്, അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും പറമ്പിലുണ്ട്. അപ്പം വീടിൻ്റെ ആ നല്ല രീതിയിൽ, ചെറിയ വീടാണെങ്കിൽ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വീടിൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ വീടിൻ്റെ ഏറ്റവും ഇത് ആ കിണറാണ്, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കിണറാണ്. വീടിൻ്റെ ഏറ്റവും ബേക്ക് വശത്ത് അതിർത്തിയിൽ നല്ലൊരു പുഴ, നല്ല കളകളാരവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പുഴ. അപ്പോൾ അതും വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം വീടിൻ്റെ ഫ്ലോർ വർക്കുകളൊക്കെ നോക്കുക, നല്ല ടൈലൊക്കെ ഉപയോഗിച്ച് നല്ല ചെറിയ കൊച്ചു വീടാണ്. ചെറിയൊരു ഷീറ്റ് വീടൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഇപ്പോൾ ആ വീടിൻ്റെ ബേക്കുള്ള സ്ഥലമാണ്. 16 സെൻറ്റ് ഭൂമിയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ പറമ്പിലുണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ജലസേചനത്തിനും നമുക്ക് കുളിക്കാനും അങ്ങനെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു കൊച്ചു ഭംഗിയുള്ള തോടും വീടിൻ്റെ ബേക്ക് വശത്തുണ്ട്. ഒരു പുഴ എന്ന് തന്നെ പറയാം. നമുക്ക് യാതൊരു വെള്ളം കയറുന്ന അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ലാത്തൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പുഴയുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില
25 ലക്ഷം രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ആ സുന്ദരൻ പുഴ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ 2 ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവേത് നിങ്ങളതൊന്ന് കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.